ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടോറിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. അപ്പോൾ അത് സെൽഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള വിവിധ മാർഗ്ഗങ്ങളിൽ ഒന്നാണ് ഈ കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടോർ. ഓക്കെ, അപ്പോൾ ഒരു സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ നേരത്തെ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് ലോ ആണ്. അപ്പോൾ അത് ലോഡിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിൽ തന്നെ ഈ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ തന്നെ നമ്മളൊരു കപ്പാസിറ്റർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോർ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഇൻഡക്ഷൻ മോട്ടോർ. അതിൻ്റെ മുകളിൽ ഒരു കപ്പാസിറ്റർ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, ഈ കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടോർ മെയിനായിട്ട് 3 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ കപ്പാസിറ്റർ സ്റ്റാർട്ട്, സെക്കൻഡ് വൺ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഓർ കപ്പാസിറ്റർ റൺ, തേർഡ് വൺ പെർമനൻറ്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ, അതിന് PSC എന്ന് പറയും. അതായത് ഈ 3 ടൈപ്പ് എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ കപ്പാസിറ്ററിൻ്റെ ഒപ്പം സ്റ്റേറ്ററിലുള്ള ഏതെങ്കിലും ഒരു വൈൻഡിങ് കൺജക്ഷനിൽ വരും, അതായത് ഒരുമിച്ച് വരും. സോ ദാറ്റ് ഇതൊരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാനും റൺ ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, അപ്പം ഏതുമായിട്ടാണോ കൂടിച്ചേർന്ന് വരിക അതനുസരിച്ചാണ് ഇതിൻ്റെ പേര് വരുന്നത്. കപ്പാസിറ്റർ സ്റ്റാർട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറിൻ്റെ പാർട്സ് ആദ്യം നോക്കാം. മെയിനായിട്ട് 5 പാർട്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ മൂവിങ് പാർട്ട്, ദാറ്റ് ഇസ് റോട്ടർ. ചിത്രത്തിൽ ഈ കാണിക്കുന്നതാണ് റോട്ടർ. മൂവിങ് പാർട്ട്, റോട്ടറല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്, അപ്പം റോട്ടർ. ഓക്കെ, മൂവിങ് പാർട്ട് റോട്ടറാണ്. ഇനി സ്റ്റാറ്റിക് പാർട്ട്. സ്റ്റാറ്റിക് പാർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേബിളായിട്ട് അനങ്ങാതെ നിൽക്കുന്ന ഭാഗം, അതാണ് സ്റ്റേറ്റർ. ഈ ചിത്രത്തിൽ കാണുന്ന സ്റ്റേറ്റർ. ഇതിൻ്റെ അകത്താണ് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും റണ്ണിങ് വൈൻഡിങ്ങും ഒക്കെ വരുന്നത്. ഈ ബ്ലൂയിഷ് ഗ്രീൻ കളറിൽ കാണുന്നതാണ് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്, ഈ റെഡ് കളറിൽ കാണുന്നതാണ് റണ്ണിങ് വൈൻഡിങ്. ഓക്കെ, ഇനി ഇതെല്ലാം ഉള്ളത് എൻഡ് ഷീൽഡ് അല്ലെങ്കിൽ ഒരു എൻഡ് കവറിനകത്തായിരിക്കും ഈ സ്റ്റേറ്റർ, നട്ട്, ബോൾട്ട് ഇതെല്ലാം ഫിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവുക. ഇനി ഈ കാണുന്നതാണ് സെൻട്രിഫ്യൂഗൽ സ്വിച്ച്. ഓക്കെ, ഇത് മോട്ടറിൻ്റെ അകത്തായിരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഇവിടെ കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മോട്ടറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡിലായിട്ടായിരിക്കും കപ്പാസിറ്റർ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് നമുക്ക് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഫേസർ ഡയഗ്രാം നോക്കാം. ഈ ഹൊറിസോണ്ടൽ ആക്സിസിൽ കാണുന്നതാണ് റെഫറൻസ് വോൾട്ടേജ്. ഇതിനെ നമ്മൾ V എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ താഴോട്ടേക്ക് ഇങ്ങനെ വരച്ചിരിക്കുന്നതാണ് മെയിൻ വൈൻഡിങ്ങിലുള്ള കറണ്ട്. അപ്പം മെയിൻ വൈൻഡിങ്ങിൽ ഉള്ളതുകൊണ്ടാണ് IM എന്ന് പറയുന്നത്. മെയിൻ വൈൻഡിങ്ങിലുള്ള കറണ്ടാണ്. കറണ്ട് അപ്പോഴും I വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മെയിൻ വൈൻഡിങ് ആയതുകൊണ്ട് M. ഓക്കെ, അപ്പോൾ IM എന്ന് പറയുന്നത് മെയിൻ വൈൻഡിങ്ങിലുള്ള കറണ്ട്. ഓക്കെ, ഇത് നമ്മുടെ സപ്ലൈ വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം മെയിൻ വൈൻഡിങ്ങിൽ ഇൻഡക്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ താഴോട്ടേക്ക് ഇങ്ങനെ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് IA എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് വേറൊരു പേരായിരുന്നു ഓക്സിലറി വൈൻഡിങ് അല്ലേ. അപ്പോൾ ഓക്സിലറിയിൽ A ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ IA എന്ന് ഈ കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് അല്ലെങ്കിൽ ഓക്സിലറി വൈൻഡിങ്ങിലുള്ള കറണ്ടിനെ IA എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കപ്പാസിറ്റർ സീരീസിലാണ് ഉള്ളത്, അതുകൊണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മുകളിലേക്കാണ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, നമ്മുടെ ഫേസർ ഡയഗ്രാമിൽ വോൾട്ടേജിനെ എഹെഡായിട്ടായിരിക്കും IA നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, സോ ഇവിടെ കപ്പാസിറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഈ IAയുടെയും IMൻ്റെയും ഇടയിൽ ഒരു ഫേസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഐഡിയലി ഇറ്റ് ഈസ് ക്ലോസ് ടു 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, 90 ഡിഗ്രിയോട് അടുപ്പിച്ചിട്ടുള്ള ഒരു ഫേസ് ഡിഫറൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ട്രോങ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉണ്ടാവും. ഇനി ഈ I എന്താണ്? I എന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റ് കറണ്ടാണ് I. ഇറ്റ് ഈസ് എ വെക്ടർ സം ഓഫ് IM ആൻഡ് IA. ഓക്കെ, വെക്ടർ സം ആണ്, അതുകൊണ്ടാണ് അത് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഫേസർ ഡയഗ്രാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത നമുക്ക് കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറിൻ്റെ വർക്കിംഗ് ഒക്കെ നോക്കാം. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഈ മോട്ടറിൽ കപ്പാസിറ്റർ, അതിൽ C എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് കപ്പാസിറ്റർ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങുമായിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി മെയിൻ വൈൻഡിങ് ഉണ്ട്. മെയിൻ വൈൻഡിങ് നമ്മുടെ AC സപ്ലൈ ആയിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിരിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങോ
കപ്പാസിറ്റർ ത്രൂ ആണ് മെയിൻ സപ്ലൈയിലോട്ട് കണക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി രണ്ട് സ്റ്റേറ്റർ വൈൻഡിങ്ങും തമ്മിൽ നമ്മൾ ഫിസിക്കലി ഒരു 90 ഡിഗ്രിയുടെ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ രണ്ട് വൈൻഡിങ്ങിൽ കൂടെയും ഉള്ള കറണ്ടിന് അത് രണ്ടും ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അങ്ങനെയാണ് റോട്ടർ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. സ്ക്വയറൽ കേജ് റോട്ടറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനൊരു സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടും. അങ്ങനെ നമുക്കിതിനെ ലോഡിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ ഇതിങ്ങനെ റോട്ടർ കറങ്ങി 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 ഇതിൻ്റെ ഫുൾ സ്പീഡിൻ്റെ ഏകദേശം ഒരു 75% ഒക്കെ എത്തുമ്പോഴത്തേക്ക് ഈ എസ് എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സെൻട്രിഫ്യൂഗൽ സ്വിച്ചാണ്. ഈ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് തനിയെ അങ്ങ് ഡിസ്കണക്റ്റഡ് ആവും. നമ്മൾ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ പറഞ്ഞു, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓവർ ഹീറ്റിംഗ് തടയാനും അതുപോലെ തന്നെ കൂടുതൽ കറണ്ട് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലോട്ട് ഡ്രോൺ ചെയ്യുന്നതൊക്കെ തടയാനായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ്. ഫോർ വാച്ചിങ്, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാത്സ് ഇലക്ട്രിക്കൽസ്.